നമസ്കാരം. ജനങ്ങൾ കാത്തിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടി ജനങ്ങൾ തയ്യാറായി കാത്തിരുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അവരുടെ ദൈനംദിന ജീവിതത്തിൽ കോർപ്പറേഷൻ്റേതായ വലിയൊരു ഇടപെടൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നാളിതുവരെ ലഭിക്കാത്തൊരു ഇടപെടൽ അത് BJP-യിലൂടെ സാധ്യമാകും എന്നുള്ള ഒരു പ്രതീതിയാണ് ഞങ്ങൾ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ലഭിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, കഴിഞ്ഞ 5 വർഷവും ഒരു കറക്റ്റീവ് ഫോഴ്സ് എന്ന നിലയ്ക്ക് കൃത്യമായി പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ച ശേഷമാണ് ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നത്. ഞങ്ങളിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് വരുമ്പോഴേക്ക് ഓടിപ്പോയി മത്സരിക്കുകയല്ല. 5 വർഷം ഊണില്ലാതെ ഉറക്കമില്ലാതെ രാപ്പകൽ ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കോർപ്പറേഷൻ്റെ ഉള്ളിലുള്ള ജനങ്ങൾക്കെതിരായുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഭരണസമിതിക്കെതിരെ ശക്തമായി തെരുവിൽ ഞങ്ങൾ പോരാട്ടമായിരുന്നു. നിയമ പോരാട്ടമുണ്ടായിരുന്നു, രാഷ്ട്രീയ പോരാട്ടമുണ്ടായിരുന്നു എന്നാണ്. അതെ, അപ്പം എന്തായാലും ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് സാറും സാറിൻ്റെ BJP നടത്തിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള എഫേർട്സും. അപ്പം ഈ തിരുവനന്തപുരത്ത് ഇത്രയും സാധ്യതകൾ ഉയരുന്ന ഈ ഒരു നഗരിയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ട്രിവാൻഡ്രത്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് സാറിനൊന്ന് പറയാം. അല്ല, താങ്കൾ പറഞ്ഞ സാധ്യതകൾ എന്നുള്ള വാക്കിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങാം. ഞാൻ എല്ലാം ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ് അനന്തമായ സാധ്യതകൾ. അതായത് ഇന്ന് വരെ ഒരു പക്ഷേ മെയിൻ സ്ട്രീം ചർച്ചകളിലൊന്നും വരാത്ത അത്രത്തോളം സാധ്യതകൾ ഉള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ റിസർച്ച്, നമ്മുടെ ഇസ്രോയും VSSCയുടെ ഒക്കെ തന്നെ ആരംഭകാലം ഒന്ന് ആലോചിച്ച് നോക്കും തിരുവനന്തപുരത്തായിരുന്നു. ഇപ്പോൾ രാജഭരണകാലത്ത് തന്നെ വാക്സിനേഷൻ നടത്തിയിട്ടുള്ള ആരോഗ്യ മേഖല നടത്തിയിട്ടുള്ള നാടാണ്. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തിരുവനന്തപുരത്ത് എത്രയോ വർഷങ്ങൾ കൊണ്ടുണ്ട്. അതോടൊപ്പം തന്നെ എയർപോർട്ട്, പോർട്ട്, സീപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡൊക്കെ തന്നെ ഒരു വെളിപ്പാടകലെയുള്ള നഗരമാണ്. ഇതൊക്കെ തന്നെ കണക്ട് ചെയ്ത് ഇതിനെയൊക്കെ തന്നെ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ സത്യത്തിൽ ലോകത്തിലെ തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന നഗരമാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് ഉള്ള എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ രാജ്യത്തിനും അതൊരു മുതൽക്കൂട്ടായി മാറുമെന്ന് മാത്രമല്ല, തിരുവനന്തപുരത്തുള്ള ജനങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ, അത് ഓട്ടോറിക്ഷ തൊഴിലാളി ആയിക്കോട്ടെ, അഭിഭാഷകരായിക്കോട്ടെ, ഡോക്ടർമാരായിക്കോട്ടെ, വിദ്യാർത്ഥികളായിക്കോട്ടെ, വീട്ടമ്മമാരായിക്കോട്ടെ, മറ്റു മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിക്കോട്ടെ, അവരുടെയൊക്കെ തന്നെ ജീവിതത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. ഇതിൻ്റെ തടസ്സം പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ട, ഇൻഫ്രാസ്ട്രക്ചർ തയ്യാറാക്കേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തിരുവനന്തപുരത്ത് വരുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അഡ്മിനിസ്ട്രേഷനിലുള്ള ഏറ്റവും വലിയ പരാജയമാണ് ഈ സാധ്യതകൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കാതെ പോകുന്നത്. അപ്പോൾ ആദ്യം കോർപ്പറേഷൻ തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ബാക്കിയുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാൻ വേണ്ട ഒരു സാഹചര്യം ഒരുക്കുക. ഇതാണ് ഞങ്ങളുടെ മുൻപിലുള്ള ലക്ഷ്യം. തീർച്ചയായിട്ടും ഈ ഞാൻ നേരത്തെ പറഞ്ഞ മാറ്റങ്ങൾക്ക് ആവശ്യം എന്താണ്? ഒന്ന്, പണം. അത് തരാൻ കേന്ദ്ര സർക്കാരുണ്ട്. മറ്റൊന്ന്, സാങ്കേതികവിദ്യ. ആ സാങ്കേതികവിദ്യ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രയോഗിച്ച് വിജയിച്ച സാങ്കേതിക വിദഗ്ധരുണ്ട്. ആ വിദ്യ നമുക്ക് സ്വായത്തമാക്കാം. മറ്റൊന്ന്, പൊളിറ്റിക്കൽ വിൽ പവർ. ആ രാഷ്ട്രീയ ഇച്ഛാശക്തി BJP നേതൃത്വത്തിനുണ്ട്. ഞങ്ങൾക്ക് നരേന്ദ്രമോദി ഉൾപ്പെടെ BJPയുടെ ദേശീയ നേതൃത്വം ഉൾപ്പെടെ പിന്തുണയ്ക്കുവാനുണ്ട്. പ്രാദേശികമായി രാഷ്ട്രീയ ശക്തി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നല്ല ജനകീയരായ കൗൺസിലർമാർ ഞങ്ങൾക്കുണ്ട്. ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് നല്ലൊരു ലക്ഷ്യത്തോടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരത്ത് തന്നെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. പല മേഖലകളിൽ നിന്നും പ്രവർത്തിച്ച് വിജയിച്ചവർ, അവർ റിട്ടയർ ആയവർ, അത് എൻജിനീയർമാരായിക്കോട്ടെ, അഭിഭാഷകരായിക്കോട്ടെ, മുതിർന്നവർ, റിട്ടയർഡ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ, മറ്റൊന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ, ഇവരൊക്കെ തന്നെ വിവിധ മേഖലകളിൽ സർവീസ് ചെയ്യാൻ തയ്യാറാണ്. ഇതൊക്കെ തന്നെ കൂട്ടിയിണക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ കാർഡിയാക് സർജറി, ദന്തൽ ട്രീറ്റ്മെൻറ്റ്, ഇതിനൊക്കെ ഭയങ്കര എക്സ്പെൻസാണ്. നമുക്ക് നമ്മുടെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി, റീജിയണൽ ക്യാൻസർ സെൻറ്റർ, തിരുവനന്തപുരത്തെ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഉടമസ്ഥയിലുള്ള ആയുർവേദ ഗവേഷണ സ്ഥാപനങ്ങൾ, ആയുർവേദ ആശുപത്രികൾ, SIT, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, പിന്നെ നല്ല ഉന്നത നിലവാരം പുലർത്തുന്ന പല സ്വകാര്യ ആശുപത്രികളുണ്ട് തിരുവനന്തപുരത്ത്. ഇവരെയൊക്കെ തന്നെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് മെഡിക്കൽ ടൂറിസത്തിൻ്റെ ഹബ്ബാക്കി തിരുവനന്തപുരം മാറ്റിക്കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും നിരവധി ആൾക്കാർ കുറഞ്ഞ ചെലവിൽ നല്ല മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് വരുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ തന്നെ മയോ ക്ലിനിക്കിലേക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ നമുക്കറിയാം നിരവധി പേർ പോകുന്നുണ്ട്, കേരളത്തിൽ നിന്നും പോകുന്നുണ്ട്. അപ്പോൾ മലയാളിയായ ഡോക്ടറാണ് മയോ ക്ലിനിക്കിലെ ഏറ്റവും വലിയ ക്യാൻസർ വിദഗ്ധൻ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നുള്ള പിള്ള സാറാണ്. അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തെ വ്യത്യസ്തമായ ചികിത്സകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹബ്ബാക്കി, മെഡിക്കൽ ടൂറിസം ഹബ്ബാക്കി മാറ്റിക്കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ആയിരക്കണക്കിന് പേർ ചികിത്സയ്ക്ക്
വേണ്ടി തിരുവനന്തപുരത്ത് വരും. സ്വാഭാവികമായിട്ടും അതിലൂടെ ഉണ്ടാകുന്ന സാമ്പത്തികമായ വളർച്ച അത് സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും സ്വാഭാവികമായിട്ടും അവർ ബില്ല് പേ ചെയ്യുന്ന ആശുപത്രിയിലാണെങ്കിലും അവർ വരുമ്പോഴേക്കും ടാക്സി ഉപയോഗിക്കും, അവർ വരുമ്പോൾ ഹോട്ടൽ ഉപയോഗിക്കും, മെഡിക്കൽ സ്റ്റോറുകൾ ആവശ്യമാണ്, അവർക്ക് ഡ്രസ്സ് വാങ്ങണം, അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സ്ഥാപനങ്ങളെ ആശ്രയിക്കും. അപ്പോൾ എല്ലാ മേഖലയിലേക്കും ഈ പണം പമ്പ് ചെയ്യും. അതിൻ്റെ ഒരു വിഹിതം പ്രൊഫഷണൽ ടാക്സ് ഇനത്തിലും മറ്റു തരത്തിലും കോർപ്പറേഷനിൽ ലഭിക്കും. അപ്പോൾ ലോകത്തിലെ തന്നെ മെഡിക്കൽ ടൂറിസത്തിൻ്റെ ഒരു ഹബ്ബാക്കി നമുക്ക് തിരുവനന്തപുരത്തെ മാറ്റാനുള്ള സാധ്യത. മറ്റൊന്ന് പിൽഗ്രിം ടൂറിസം. പത്മനാഭസ്വാമി ക്ഷേത്രം ലോകത്തിൽ ഒന്നേ ഉള്ളൂ, ആറ്റുകാൽ ക്ഷേത്രം ലോകത്തിൽ ഒന്നേ ഉള്ളൂ. ഇപ്പോൾ വെട്ടുകാട് പള്ളിയുണ്ട്, ഭീമാപ്പള്ളിയുണ്ട്. ഇതൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു പിൽഗ്രിം ടൂറിസത്തിൻ്റെ സെൻറ്ററാക്കി നമ്മൾ തിരുവനന്തപുരത്തെ മാറ്റിക്കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ വരുമാനവും ലക്ഷക്കണക്കിന് ആൾക്കാർ തിരുവനന്തപുരത്തേക്ക് ഒഴുകിയെത്തും. അതിൽ നിന്ന് നമ്മുടെ നാടിനുണ്ടാകാൻ പോകുന്ന ഉയർച്ച ചെറുതല്ല. IT സെക്ടർ ഹൈദരാബാദിനെയും ബാംഗ്ലൂരിനെയും മുന്നോട്ട് പോകുവാനുള്ള സാധ്യത തിരുവനന്തപുരം IT മേഖലയ്ക്കുണ്ട്. അതോടൊപ്പം തന്നെ കോവളം ഉൾപ്പെടെ ടൂറിസ്റ്റ് മേഖല. അപ്പോൾ ഇതിനെയൊക്കെ തന്നെ കൃത്യമായിട്ട് പരിപാലിച്ചാൽ തിരുവനന്തപുരം ലോകത്തിലെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട പ്രദേശമായി മാറും. ഒരു കാര്യമാണ് അടിസ്ഥാനപരമായി ചെയ്യേണ്ടത്, ഇതിന് ഇവിടുത്തെ മാലിന്യ പ്രശ്നം പരിഹരിക്കണം, ഇവിടുത്തെ തെരുവുനായി പ്രശ്നം പരിഹരിക്കണം. ഇതുപോലെ തന്നെ ഇവിടെ 1 മണിക്കൂർ മഴ പെയ്താൽ വെള്ളം കെട്ടുന്ന ആ പ്രശ്നം പരിഹരിക്കണം. ഇതൊക്കെ ഇപ്പോൾ മനുഷ്യനെ ഓടിച്ചിട്ട് നായ്ക്കൾ കടിക്കുന്ന ഒരു നാട്ടിലേക്ക് പിൽഗ്രിം ടൂറിസം എന്ന് പറഞ്ഞാൽ ആരും വരില്ല. ഇപ്പോൾ വിദേശികൾ മാലിന്യം റോഡരികിൽ വലിച്ചെറിയുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു വിദേശ ടൂറിസ്റ്റും വരികയില്ല. IT സെക്ടർ മെച്ചപ്പെടണമെങ്കിൽ ഇവിടെ കണക്ടിവിറ്റി ഉണ്ടാവണം, ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടണം. അപ്പോൾ ഇതൊക്കെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ മുന്നിട്ടിറങ്ങി ഇക്കാര്യങ്ങളൊക്കെ തന്നെ യോജിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുൻപിലുള്ള പ്രധാനപ്പെട്ട ദൗത്യങ്ങളിലൊന്നും. സർ ശരിക്കും പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, തിരുവനന്തപുരം എന്ന നഗരീനെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് ബ്രാഞ്ചസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹബ്ബുകൾ നിറഞ്ഞൊരു സംഭവം തന്നെയാണ്. ഇപ്പോൾ പിൽഗ്രിം ടൂറിസം ആയിക്കോട്ടെ, മെഡിക്കൽ ടൂറിസം ആയിക്കോട്ടെ, അല്ലാണ്ടുള്ള എൻ്റർടൈൻമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടൂറിസം ആയിക്കോട്ടെ, ഇതിനെയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് ട്രാവലും ഈസിയർ ആണല്ലേ സാർ? നമുക്കിപ്പം റെയിൽവേ സ്റ്റേഷൻ, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ തൊട്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പ് ഉണ്ട്, അതിനടുത്തൊരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ട് ഉണ്ട്. അപ്പോൾ ഇത്രയും കണക്ടിവിറ്റി ഉള്ളൊരു സ്ഥലത്ത് എന്തുകൊണ്ടാണ് ഇപ്പോഴും ആൾക്കാർ അറിയപ്പെടുന്നില്ല? എനിക്ക് തോന്നുന്നു കേരളത്തിൽ തിരുവനന്തപുരത്തിനെ കാട്ടി ആൾക്കാർക്ക് കുറച്ചുകൂടി നോർത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അറിയുന്നത് കൊച്ചിനെയാണ്. കൊച്ചിയാണ് എന്തോ വലിയ ഒരു സ്ഥലം പോലെയാണ്. അപ്പം തിരുവനന്തപുരത്ത് കുറച്ച് കൂടുതൽ എനിക്ക് തോന്നുന്നു നെറ്റ്വർക്കിംഗ് വേണമെന്ന് സാറിന് തോന്നുന്നില്ലേ? സാർ അതിന് വേണ്ടിയിട്ട് എന്തല്ല, അതായത് തിരുവനന്തപുരത്തിന് വേണ്ടി തിരുവനന്തപുരത്തിൻ്റെ നാഥനായി ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിട്ടില്ല. നിങ്ങൾ അടുത്ത് പരിശോധിച്ച് നോക്കും, എല്ലാവരും തിരുവനന്തപുരത്തിനെ ഉപയോഗിക്കുന്നുണ്ട്. ഈ യൂസ് ആൻഡ് ത്രോ എന്നൊക്കെ നമ്മൾ പറയില്ലേ, നേതാക്കന്മാർ പലരും കേരളത്തിൻ്റെ ഭരണാധികാരികൾ പലരും കണ്ണൂരെന്നും അതുപോലെ തന്നെ മലബാർ മേഖലയിൽ നിന്നൊക്കെ ഇവിടെ വന്ന് താമസിച്ച് ഭരിച്ചിട്ട് പോകുന്നുണ്ട്. പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഇവരാരും ശ്രദ്ധിച്ചില്ല. ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം പോലും എന്തിന് പറയാനായിട്ട്. മാർക്സിസ്റ്റ് പാർട്ടി CPMൻ്റെയൊക്കെ നിരവധി മുഖ്യമന്ത്രിമാർ ആലപ്പുഴയിൽ നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ. പക്ഷേ 45 വർഷമായിട്ട് ഈ LDFും CPM നേതൃത്വവുമാണല്ലോ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത്. ഈ തിരുവനന്തപുരത്തുള്ളവർക്കോ തിരുവനന്തപുരത്ത് വരുന്നവർക്കോ കൃത്യമായിട്ടൊന്ന് മൂത്രമൊഴിക്കുവാൻ വേണ്ടി ഒരു നല്ല ടോയ്ലറ്റ് പോലും നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി ഇതുവരെയും സാധിച്ചിട്ടില്ല. ഒരു 150-200 ഈ ടോയ്ലറ്റ് തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗത്തും ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. ഒരെണ്ണം പോലും ഓപ്പൺ ആവുന്നില്ല. അവിടെ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവേണ്ടതാണ്, സെൻസർ ആയതുകൊണ്ട് ഒരൊറ്റ ടോയ്ലറ്റ് പോലും ഓപ്പൺ ആവുന്നില്ല. അപ്പോൾ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുവാൻ, അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മുന്നേറാൻ സാധിക്കും. എന്നാൽ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം പലരും കൊച്ചിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. പക്ഷേ കൊച്ചിയിലും കോർപ്പറേഷൻ ഭരണ അവതാളത്തിലാണ്, ഹൈക്കോടതിയൊക്കെ ഉള്ളതുകൊണ്ട് നിരന്തരം ഒരു മേൽനോട്ടം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ജഡ്ജിമാരൊക്കെ വീട്ടിൽ നിന്ന് രാവിലെ 9 മണിക്ക് ഇറങ്ങുമ്പോഴേക്കും അവർ റോഡ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ കൃത്യമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് കുറച്ചൊക്കെ തന്നെ വ്യത്യാസം വരുന്നത്. എങ്കിലും അടിസ്ഥാന പ്രശ്നങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. പക്ഷേ തിരുവനന്തപുരത്തിൻ്റേതായ പ്രാധാന്യം കണ്ടുകൊണ്ട് തിരുവനന്തപുരത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഇവിടുത്തെ ഒരു ഭരണാധികാരികളും ശ്രമിച്ചിട്ടില്ല എന്നുള്ളിടത്താണ് നമ്മുടെ പരാജയം. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ മാലിന്യ പ്രശ്നത്തിൻ്റെ കാര്യം, ഇപ്പോൾ തലസ്ഥാന നഗരി ഇത്രയും പ്രത്യേകതകളുള്ള ഒരു നഗരിയിൽ അതിൻ്റെ പ്രൗഢി കാണിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനല്ലേ, ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പുറത്ത് ജില്ലയിൽ നിന്ന് വരുന്നവരുണ്ട്. അവർ വരുമ്പോൾ ആദ്യം പറയുന്നത്, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവിടുത്തെ സ്യൂവേജ് ശരിയല്ല, അവിടുന്ന് ഒരുപാട് ഡ്രെയിനേജ് പ്രോബ്ലംസും അവിടുന്ന് വരുന്ന ഓരോ സ്മെല്ല്, ഈവൻ സാറ് പറഞ്ഞ പോലെ പബ്ലിക് ടോയ്ലറ്റ്സിൻ്റെ കാര്യം അതുപോലും പ്രോപ്പറായിട്ട് ലഭിക്കുന്നില്ല. അപ്പോൾ സാർ ഈ പറഞ്ഞ അടിസ്ഥാന കാര്യങ്ങൾ ഇത്രയും നല്ലൊരു നഗരീനെ നശിപ്പിക്കുന്നതായിട്ട് തോന്നുന്നില്ലേ അടിസ്ഥാനമില്ലായ്മയുടെ? തീർച്ചയായിട്ടും. ഇപ്പം നമുക്ക് 101 വാർഡുണ്ട്, വെറും 36 വാർഡിൽ മാത്രമാണ് ഡ്രെയിനേജ് സംവിധാനമുള്ളത്.
ബാക്കിയുള്ള 70 വാർഡുകളിൽ ഡ്രെയിനേജ് സംവിധാനം ഇല്ല. അപ്പോൾ ഈ ഡ്രെയിനേജ് ഒക്കെ ജനങ്ങൾ എന്താ ചെയ്യുന്നത്? ഈ ടോയ്ലറ്റ് വേസ്റ്റ് നദികളിലേക്കാണ് ഒഴുക്കുന്നത്. അപ്പോൾ 45 വർഷം ഈ നഗരം ഭരിച്ചിട്ട് കൃത്യമായിട്ട് ഡ്രെയിനേജ് സംവിധാനം പോലും ഒരുക്കാൻ പറ്റാത്ത ഒരു ഭരണകൂടത്തിന് ഇനി എങ്ങനെ അധികാരം കൊടുക്കുന്നത്? മറ്റൊന്ന് 50 വർഷം മുൻപ് ഇട്ട ഡ്രെയിനേജ് വേസ്റ്റ് വഹിക്കുന്ന പൈപ്പുകളാണ്, ആ വ്യാസമുള്ള പൈപ്പുകളാണ് ഇപ്പോഴും കിടക്കുന്നത്. അന്ന് 100 കുടുംബങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് 1000 കുടുംബങ്ങളാണ്. അപ്പോൾ 1000 ടോയ്ലറ്റുകളുടെ വേസ്റ്റ് വഹിക്കേണ്ടത് പണ്ടിട്ട 100 ടോയ്ലറ്റുകളുടെ വേസ്റ്റ് വഹിക്കാൻ മാത്രം വ്യാസമുള്ള പൈപ്പുകളിലാണ്, ഡയമീറ്ററുള്ള പൈപ്പുകളിലാണ്. അപ്പോൾ എന്ത് ഓവർഫ്ലോ ആവും? ഈ ഓവർഫ്ലോ മുഴുവൻ വരുന്ന റോഡിലേക്കാണ്. അപ്പം നമ്മൾ ഒന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ചവിട്ടി വരുന്നത് ഡ്രെയിനേജ് വേസ്റ്റിലാണ്. ക്ഷേത്രങ്ങളിലേക്കും പള്ളികളിലേക്കും പോകുന്നത് ഡ്രെയിനേജ് വേസ്റ്റ് ചവിട്ടിയാണ്. ആശുപത്രിയിലെ IC യൂണിറ്റിലോട്ട് നമ്മൾ ഒരു പേഷ്യൻറ്റിനെ കാണാൻ കയറണമെങ്കിൽ ഈ ഡ്രെയിനേജ് വേസ്റ്റിൽ ചവിട്ടിയിട്ടാണ് നമ്മൾ അകത്ത് കയറുന്നത്. അപ്പോൾ എന്തുമാത്രം അപകടകരമായ ഒരു അവസ്ഥയിലാണ് നമ്മുടെ നഗരം. ആക്ച്വൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോംബിൻ്റെ പുറത്താണ് തിരുവനന്തപുരം നഗരം ഇരിക്കുന്നതെന്ന് പറയാം. ആ പിടിപ്പുകേട് LDF ഭരണകൂടത്തിൽ ജനങ്ങളിൽ അർപ്പിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങളുടെ പാർട്ടി നിരവധി മേയർമാരെയും മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും ഒക്കെ തന്നെ വിജയകരമായി പ്രവർത്തിച്ചവരെ തിരഞ്ഞെടുത്തിട്ടുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം തന്നെ ഞങ്ങളുടെ പാർട്ടി എടുക്കും. മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിൽ കൂടി കണക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കോർപ്പറേഷനിലുള്ള അഴിമതി. എന്തിൽ തൊട്ടാലും കമ്മീഷൻ കിട്ടുമെന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമുള്ള ഭരണാധികാരികളും ഉദ്യോഗസ്ഥന്മാരും കൂടെ ചേർന്നുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്. സാധാരണക്കാരായ ജനങ്ങളടച്ച വീട്ടുകരം പോലും ആ വീട്ടുകരം കോർപ്പറേഷൻ അക്കൗണ്ടിലേക്ക് വകയിരുത്താതെ വ്യാജ റെസിപ്റ്റ് അടിച്ചു കൊടുക്കുന്ന മാനസികാവസ്ഥയുള്ളവരാണ് കോർപ്പറേഷൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളത് അങ്ങേയറ്റം തന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. ഈ അഴിമതി ഭരണ സംവിധാനത്തിൽ ഇപ്പോൾ ഒരു ബിൽഡിംഗ് കെട്ടുമ്പോഴേക്കും അതിൻ്റെ ലൈസൻസിന് ചെന്നാൽ, അല്ലെങ്കിൽ ആ ബിൽഡിങ് ആ പ്ലാനിൻ്റെ അപ്രൂവലിന് ചെന്ന് കഴിഞ്ഞാൽ അയാളോട് ചില ഉദ്യോഗസ്ഥന്മാർ, എല്ലാവരെയും പറഞ്ഞാൽ ചിലർ ചോദിക്കുന്നത് ഇതിൽ നിന്ന് ഒരു വർഷം എത്ര രൂപ ലാഭം കിട്ടും, ഇത്ര രൂപ, അതിൻ്റെ ഇത്ര ശതമാനം കിട്ടിയാൽ മാത്രമേ പ്ലാൻ അപ്രൂവ് ചെയ്തുവെന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഈ ഉദ്യോഗസ്ഥന്മാരിൽ പലരും ഇടതുപക്ഷ ചായ്വുള്ളവരാണ്, ഇടതുപക്ഷ നേതാക്കന്മാരാണ്. ഈ ഒരു അവസ്ഥയുണ്ട്. കോർപ്പറേഷൻ ഓഫീസിലേക്ക് ഒരു കാര്യം സാധിക്കാൻ വേണ്ടി പോകണം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഈ തൂക്കുകയർ ലഭിച്ച പ്രതിയുടെ മാനസികാവസ്ഥയാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾക്കുള്ളത്. അത് മാറ്റി സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ സ്വന്തം വീട്ടിൽ കടന്നു വന്നൊരു കാര്യം ചെയ്യുന്നത് പോലുള്ള സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ ജനങ്ങളും ഭരണകൂടവും അതോടൊപ്പം ഉദ്യോഗസ്ഥന്മാരും തമ്മിലുള്ള ഒരു ലിങ്ക് അത് സൃഷ്ടിക്കുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ മെച്ചപ്പെട്ട ഒരു ഭരണം പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. സാർ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പോരായ്മകൾ ഇപ്പോൾ തിരുവനന്തപുരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ മനസ്സിലാക്കിയത് BJPയും സാറും ചേർന്ന് ഒരു മാസ്റ്റർ പ്ലാൻ സാർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലേ ഈ BJP എന്നുള്ള കാണാൻ സാധിച്ചത്. ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള IPS ഓഫീസർമാരും IIT റാങ്ക് ഹോൾഡേഴ്സ് പോലെ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥാനാർത്ഥികളുള്ള ഈ ഒരു പാർട്ടി ഒരു മാസ്റ്റർ മൈൻഡ് ആയിരുന്നു അങ്ങനത്തെ സ്ഥാനാർത്ഥികളെ തന്നെ ഇപ്രാവശ്യം ഇലക്ഷന് വെക്കുന്നതിനായിട്ട്. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ പരിശോധിച്ച് നോക്കൂ. എല്ലാ സ്ഥാനാർത്ഥികളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ മറ്റൊരു മേഖലയിൽ മികവ് പുലർത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. ആ സെലക്ഷന് തന്നെ ഞങ്ങൾ നല്ലൊരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ, അതായത് സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള ചിന്താഗതിക്കാരുടെയും ആഗ്രഹങ്ങൾ പ്രതിഫലിപ്പിക്കുവാൻ തക്ക ഒരു കൗൺസിലായിരിക്കണം രൂപം കൊള്ളേണ്ടത്. പലപ്പോഴും ഞാൻ ആ കൗൺസിൽ കഴിഞ്ഞ 5 വർഷമുണ്ട്. അവിടെ നടക്കുന്ന ചർച്ചകളൊക്കെ തന്നെ വളരെ രാഷ്ട്രീയ നിലവാരം കുറഞ്ഞ ചർച്ചകളാണ്. കാരണം ഒരു ഉന്നത തലത്തിൽ ചിന്തിക്കുന്ന ചർച്ചകൾ അവിടെ വളരെ കുറവ് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അതായത് ഒരു MLAയുടെ ഒരു MPയുടെ ലെവലിലായിരിക്കണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു കോർപ്പറേറ്റർ ചിന്തിക്കേണ്ടത്, ചർച്ച ചെയ്യേണ്ടത്. ഒരു MLAയുടെ ഒരു MPയുടെ രാഷ്ട്രീയ നിലവാരത്തിൽ നിന്നുകൊണ്ടായിരിക്കണം ചർച്ച ചെയ്യേണ്ടതെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അവരുടെ ചിന്തകളും അങ്ങനെ ആയിരിക്കും, ഏത് പാർട്ടി ആയിക്കോട്ടെ. എങ്കിൽ മാത്രമേ നമുക്ക് തിരുവനന്തപുരത്തിൻ്റേതായ ഒരു പ്രൗഢി നിലനിർത്തിക്കൊണ്ടുള്ള ഒരു വളർച്ച സാധ്യമാവുകയുള്ളൂ. ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഇപ്പോൾ നിയമ രംഗത്തു നിന്നുണ്ട്, അതോടൊപ്പം തന്നെ കായിക മേഖലയിൽ നിന്നുണ്ട്, അതുപോലെ സാഹിത്യ മേഖലയിൽ നിന്നുണ്ട്, അധ്യാപന മേഖലയിൽ നിന്നുണ്ട്, എൻജിനീയർമാരുണ്ട്, പിന്നെ ഇപ്പോൾ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻ ആണ് ഇടവക്കോട് മത്സരിക്കുന്നത്, അതോടൊപ്പം തന്നെ ചിത്രകാരന്മാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, നല്ല പാരമ്പര്യമുള്ള രാഷ്ട്രീയ നേതാക്കളുണ്ട്, അഭിഭാഷകരുണ്ട്. അതായത് ഈ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ രീതിയിൽ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെ ഇവരൊക്കെ തന്നെ കണക്ട് ചെയ്തുകൊണ്ട് ഉള്ള ഒരു ഒരുമിച്ചുള്ളൊരു മുന്നേറ്റം, ഒരു ടീം തിരുവനന്തപുരം ആയി പ്രവർത്തിച്ച് മുന്നേറുവാനുള്ള, കാരണം കേന്ദ്ര ഗവൺമെൻറ് ഇടപെടലോടെ സഹായത്തോടെ തിരുവനന്തപുരത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുകയുള്ളെന്നും അത് ഞങ്ങൾക്ക് സാധിക്കുമെന്നും
അത് ഞങ്ങൾക്ക് സാധിക്കുമെന്നും BJPക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ എന്നും ജനങ്ങൾക്കറിയാം. ഞങ്ങളെപ്പോലെയോ ഞങ്ങളെക്കാലോ നന്നായിട്ട് ചിന്തിക്കുന്ന ജനങ്ങൾക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള വളർച്ചയായതുകൊണ്ട് അവിടെ ഒരു കാരണവശാലും BJPയുടെ നേതൃത്വത്തിലുള്ള വളർച്ചയായതുകൊണ്ട് അഴിമതിയോ അത്തരത്തിലുള്ള ഒരു ഇടപെടലോ ഉണ്ടാവുകയില്ലെന്ന് ജനങ്ങൾക്ക് ബോധ്യമാണ്. കാരണം 10 വർഷത്തെ 11 വർഷത്തെ ഭരണം കേന്ദ്ര ഭരണം ജനങ്ങളുടെ മുമ്പിൽ മാതൃകയാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ മുന്നിട്ടിറങ്ങുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു മുന്നേറ്റം ഞങ്ങൾക്കുണ്ടാകും. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർജിയുടെ സാന്നിധ്യം ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ട്. ജനങ്ങൾക്കറിയാം അദ്ദേഹം തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക. അദ്ദേഹത്തിന് രാഷ്ട്രീയ പിൻബലവുമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സാങ്കേതിക വിദഗ്ധൻ എന്നുള്ള തരത്തിലുള്ള മുതൽക്കൂട്ടും അദ്ദേഹത്തിനുണ്ട്. ഒരു വിഷയം കാണുമ്പോഴേക്കും രാഷ്ട്രീയ നേതാവ് മാത്രമാണെങ്കിൽ ഇതിനെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എങ്ങനെ പരിഹരിക്കണമെന്ന് അദ്ദേഹം ഒരു അഡ്വൈസ് എടുക്കണമായിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ തന്നെ ചിന്തകളിൽ അത് ഉരുത്തിരിയും. ഈ ആരുമായി കോൺടാക്റ്റ് ചെയ്താൽ ഏത് പോയിന്റിൽ കോൺടാക്റ്റ് ചെയ്താലാണ് നമുക്ക് അഡ്വൈസ് കിട്ടുന്നത്, കേന്ദ്ര ഗവൺമെൻറ്റിൽ ഏത് പോയിന്റിൽ കോൺടാക്റ്റ് ചെയ്താലാണ് നമുക്ക് മാക്സിമം ഫണ്ട് കൊണ്ടുവരാൻ സാധിക്കുന്നത്, CSR ഫണ്ട് ഏതൊക്കെ മേഖലയിൽ നിന്ന് കൊണ്ടുവരാൻ സാധിക്കും, ഇതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിലൂടെ. അപ്പോൾ ഞാൻ പറയുന്നത് അദ്ദേഹം തിരുവനന്തപുരം, പ്രത്യേകിച്ചും BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, ഞങ്ങളുടെ കൗൺസിലർമാരുടെയും ഒക്കെ തന്നെ രാഷ്ട്രീയ പരിചയം, നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു സഹായം, ഇതൊക്കെ ചേർത്തുകൊണ്ട് 2030 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ഏറ്റവും മികച്ച പട്ടണമായിട്ട് തിരുവനന്തപുരത്തെ മാറ്റാം എന്ന് മാത്രമല്ല, ഞാൻ വാക്ക് തരുന്നു, ആരും ജീവിക്കുന്ന നഗരമാക്കി തിരുവനന്തപുരത്ത്, ആരും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന നഗരമാക്കി തിരുവനന്തപുരത്ത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുവെന്ന അഭിമാനത്തോടെ ലോകത്ത് ഏത് നഗരത്തിലും പോയി ആർക്കും പറയാൻ പറ്റുന്ന അന്തരീക്ഷം ഞങ്ങൾ തിരുവനന്തപുരത്തിന് 5 വർഷം കൊണ്ട് പ്രദാനം ചെയ്യും. പൊതുവെ തിരുവനന്തപുരത്ത് ഇത്രയും ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ഹബ്ബായ സ്ഥലത്ത് ഗതാഗത കുരുക്കുകൾ വരുന്നത് വളരെ നാച്ചുറലാണ്. ഇപ്പം ഓണം സമയത്ത് നമുക്ക് സിറ്റിയിലോട്ട് അടുക്കാൻ കൂടും പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പം ആ ഒരു സമയത്ത് മേൽപ്പാലങ്ങളും റിംഗ് റോഡുകളും പൊതുവേ ഉള്ള സിറ്റീസിലുള്ള പോലത്തെ കാര്യങ്ങൾ വരേണ്ടതായിട്ടില്ല. അപ്പോൾ അതിന് കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട്, അതിനെപ്പറ്റി ഒന്ന് പറയാമോ സാർ, ഫണ്ടിങ്ങിനെ പറ്റി? ഞാനൊരു കാര്യം പറയട്ടെ. ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റികൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത് ഫണ്ട് ഒരു തടസ്സമല്ല. അത് കേന്ദ്രമന്ത്രിമാർ തന്നെ പറയുന്നുണ്ട്, പണം ഒരു വികസനത്തിന് ഇന്ത്യയിൽ നിന്നൊരു തടസ്സമല്ല, പ്രത്യേകിച്ച് സിറ്റികളിൽ. പക്ഷേ ആ പണം വാങ്ങി മിസ്യൂസ് ചെയ്യാതെ അതിനെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി പണത്തെ സമൂഹത്തിൽ ചെലവഴിക്കണം. അപ്പോൾ സാർ ഇതുവരെ ഇവിടെ വരാത്തതൊരു മിസ്യൂസിലൂടെയാണ് എന്നാണോ? തീർച്ചയായിട്ടും ഇവിടെ 1000 കോടി രൂപ സ്മാർട്ട് സിറ്റി ഫണ്ട് അനുവദിച്ചു 2017, 2019 തീരേണ്ട പ്രോജക്റ്റ് 2026 ഇന്നും കഴിഞ്ഞിട്ടില്ല. ആ നടപ്പിലാക്കിയതിൽ തന്നെ 60% പണവും കമ്മീഷനായിട്ട് കൊണ്ടുപോയി. അങ്ങനെയുള്ളൊരു നാട്ടിലേക്ക് വിശ്വസിച്ച് എങ്ങനെയാണ് പണം കൊടുക്കാൻ സാധിക്കുന്നത്? സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ പറഞ്ഞിട്ടുള്ളതായ മാൻഡേറ്ററി ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഇപ്പോൾ താങ്കൾ ഗതാഗത കുരുക്കിനെ കുറിച്ച് പറഞ്ഞു. നമുക്ക് എന്തുകൊണ്ട് കഴക്കൂട്ടത്തുനിന്ന് ആരംഭിച്ച് നമ്മുടെ നിയമത്തിനപ്പുറത്തോ അല്ലെങ്കിൽ ബാലരാമപുരത്തോ അവസാനിക്കുന്ന, ഇപ്പോൾ ഹൈദരാബാദിലൊക്കെ ചെയ്തിരിക്കുന്ന പോലെ റിംഗ് റോഡോ മൾട്ടി സ്റ്റോറീഡ് ഫ്ലൈ ഓവറുകളെ കുറിച്ച് നമുക്ക് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? ഹൈദരാബാദിൽ പോയി കഴിഞ്ഞാൽ ഒരു ബ്ലോക്കും ഇല്ല. അപ്പോൾ നമുക്ക് കഴക്കൂട്ടത്ത് ആരംഭിക്കുന്നു. സിറ്റിയിൽ ടച്ച് ചെയ്യേണ്ടാത്ത വാഹനങ്ങൾക്കൊക്കെ തന്നെ അത് ഉപയോഗിക്കാം. അപ്പോൾ ഓരോ സ്ഥലത്തും ഇറങ്ങേണ്ട വാഹനങ്ങൾക്ക് അവിടെ വഴി ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം സിറ്റിയിൽ റോഡ് ബ്ലോക്കേ ഉണ്ടാവുകയില്ല. മനുഷ്യൻ്റെ ഏറ്റവും വാല്യുബിളായിട്ടുള്ള സംഭവം എന്താണ്? സമയമാണ്. ആ സമയം നമ്മൾ റോഡിൽ ചെലവഴിച്ച് ടെൻഷനും BPയും കൂടി മനുഷ്യൻ്റെ ആരോഗ്യമൊക്കെ നശിക്കുന്നതിന് പകരം കുറച്ച് പണം കേന്ദ്രത്തിൽ നിന്നും കണ്ടെത്തിയിട്ട് ഈ പണം ഉപയോഗിച്ചുകൊണ്ട് ഈ ഫ്ലൈ ഓവർ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇത് രാഷ്ട്രത്തിൻ്റെ ഒരു അസറ്റാണ്. മറ്റൊന്ന്, വാഹനങ്ങൾ റോഡ് ബ്ലോക്കിൽ ഇത്രത്തോളം സമയം കിടക്കുമ്പോൾ ഉണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം. നാളെ ഇപ്പോൾ ഡൽഹിയിലൊക്കെ തന്നെ പലപ്പോഴും ഈ പുക കാരണം, അന്തരീക്ഷ മലിനീകരണം കാരണം മനുഷ്യരുടെ ആരോഗ്യം, വിമാനം ലാൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല, ജനങ്ങളുടെ ആരോഗ്യം വലിയ പ്രശ്നമാണ്. നമുക്ക് കാർബൺ ന്യൂട്രാലിറ്റിയിലേക്ക് നമ്മുടെ നാട് മെല്ലെ എത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനു മുൻപ് പരമാവധി വാഹനങ്ങൾ റോഡ് ബ്ലോക്കിൽ കിടന്ന് ഡീസലും പെട്രോളും ഒക്കെ തന്നെ കത്തി അന്തരീക്ഷം മലിനപ്പെടുന്ന സാഹചര്യം നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഇതുപോലുള്ള ട്രാഫിക്കിൻ്റെ കാര്യത്തിൽ റീഅറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടാക്കണം, ഫ്ലൈ ഓവറുകൾ വരണം, റിംഗ് റോഡുകൾ വരണം. അതിനൊക്കെയുള്ള സാധ്യതകളുണ്ട്. ഞങ്ങളതിന് തയ്യാറുമാണ്, കേന്ദ്രം പണം തരാൻ തയ്യാറുമാണ്. അപ്പോൾ ആ രീതിയിലുള്ള ചിന്തകളും ചർച്ചകളും ഞങ്ങളുടെ മുൻപിലുണ്ട്. ഞങ്ങൾക്ക് കൃത്യമായിട്ട് അതിനും പ്ലാനുണ്ട്. ഒരു സുസ്ഥിര വികസനമുള്ള തിരുവനന്തപുരമാണ് സാറിൻ്റെ വിഷനിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ പറയുന്ന കോർപ്പറേഷൻ നല്ലൊരു വികസനം തന്നെ കാഴ്ചവെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.